മോളെ സൂര്യ, ഇതാണ് നന്ദൻ സാർ. ഞാൻ പറയാറില്ലേ നിന്നോട്? ആ ചേച്ചി. അല്ല, സാറിന്റെ അവിടെ നിന്നാളെ അകത്തേക്ക് കയറില്ല സാർ. നിങ്ങൾ എല്ലാവരും സംസാരിച്ചിരിക്കേ, അപ്പോഴേക്കും ഞാൻ സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മോളെ സൂര്യ, അതൊരു സാറിനൊരു കമ്പനി കൊടുക്കണേ. ചേച്ചി ഞാനോ? പിന്നല്ലാതെ. സാർ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരല്ലേ, നീ എന്തെങ്കിലും പോയി സംസാരിക്കേ, ഞാൻ അപ്പോഴേക്കും കുടിക്കാനുള്ളതായിട്ട് വരാം. സൂര്യ, ചേച്ചി പകരം സൂര്യ, ഞാൻ പറയുന്നൊന്ന് എനിക്കൊന്നും കേൾക്കണമെന്നില്ല. എടോ, ഞാൻ തന്നെ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ എനിക്ക്? എന്തിന് വീണ്ടും കുറെ പച്ചക്കള്ളങ്ങൾ എന്റെ മുമ്പിൽ നിരത്താനോ? സൂര്യ, എനിക്ക് സംസാരിക്കാൻ ഒരവസരം എന്താ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ടാതെ. എന്റെ ചേച്ചി നിങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ടാ നിങ്ങളിപ്പോ ഇവിടെ കയറിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തനെന്തായാലും ദേഷ്യം പിടിക്കണ്ട, ഞാൻ ഇറങ്ങുക. തനൊന്ന് ജ്യോതിയോട് പറഞ്ഞാൽ മതി, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയെന്ന്. അയ്യോ, സാർ പോയോ? ആ, അങ്ങേര് പോയി. അങ്ങേർക്ക് അർജന്റായിട്ട് മീറ്റിംഗ് ഉണ്ട്, എന്നോട് പറയാൻ പറഞ്ഞു. കഷ്ടായി. ഫസ്റ്റ് ടൈം വന്നിട്ട് ഒന്നും കുടിക്കാൻ കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഓ, നിന്റെ ഈ ജ്യൂസ് കിട്ടിയിട്ടാണ് അങ്ങേർക്ക് ജീവിക്കാൻ. അങ്ങേരുടെ ഒടുക്കത്തെ ചാട. എന്തിനാ ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചേറ്റുന്ന ഇങ്ങോട്ട്? നന്ദൻ സാറിന് ചാടയോ? ഒന്ന് പോടി. ഓ, അവളെ വിളിച്ചു നന്ദൻ സാർ മാറിക്കോട്ടെ. ഇതൊക്കെ ഇപ്പൊ എന്താ പറ്റിയേ? മട്ടായ? എന്തായാലും ഉണ്ടാക്കിയ ജ്യൂസല്ലേ, കളയണ്ട, ഞാൻ തന്നെ കുടിച്ചേക്കാം. ഇവിടെ എന്താ ഇതിന് മാത്രം ആലോചിക്കുന്നേ? സൂര്യ, എന്റെ കണ്ണാ, ഇവിടെ കണ്ണു തുറന്ന് ഉറങ്ങാണോ? സൂര്യ, നീ ആരതോ? അല്ല, നീ ഇതെപ്പറ്റി? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഓ, ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാനായിട്ട് എന്റെ മോള് ഈ ലോകത്തൊന്നുമല്ലല്ലോ. എന്ത് പറ്റിന്റെ മോക്ക്? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഒരേ ആലോചനയിലാണല്ലോ എന്റെ മോള്. എന്ത് പറ്റാൻ? നിനക്ക് വെറുതെ തോന്നുന്നതാ. ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് നല്ല തലവേദന. എന്ത് പറ്റി പെട്ടെന്നൊരു തലവേദന? നിനക്ക് മെഡിസിൻ വല്ലതും വേണോ? ചെറിയൊരു തലവേദന, ഇത് കിടന്നു മാറും. ഞാനൊന്ന് കിടക്കട്ടെ. ശരി, നീ കിടന്നു, എന്തെങ്കിലും വേണേ വിളിച്ചാൽ മതി. ഓ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടേക്ക് നിന്നെ അന്വേഷിച്ചെന്നറിയോ? എന്താ എന്തിനാ എന്നെ അന്വേഷിച്ച്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്ത് പറ്റി നിനക്ക്? നീ എന്താ കരയുമായിരുന്നോ? അല്ലല്ലോ, അത് കരട് പോയതാ. നന്ദു, നീ എന്നോട് കള്ളം പറയണ്ട. എന്താ പറ്റിയേ? ഏട്ടാ, അത് ഞാനിന്ന് സൂര്യയെ കണ്ടു. സൂര്യയോ? എവിടെ വെച്ച്? അതെ ഏട്ടാ, സൂര്യ. അവള് ജ്യോതിയുടെ അനീതിയാ. സത്യാണോ? എന്നിട്ട് നീ സംസാരിച്ചോ? ഇല്ല ഏട്ടാ, എനിക്ക് സംസാരിക്കാൻ അവളൊരു അവസരം തരുന്നില്ല. വെറുതെ ഇല്ല, ആ കുരുട്ടിൻ്റെ അനീതി. അപ്പൊ ഇങ്ങനെ വരും. നിന്നോട് ഞാൻ അന്ന് മുതൽ പറഞ്ഞതാ അവളെ മറന്നേക്കാൻ. നിനക്ക് വേറെ പെൺകുട്ടികളെ കിട്ടാത്തത് കൊണ്ടൊന്നല്ലല്ലോ ഏട്ടാ. എല്ലാം അറിയുന്ന ഏട്ടൻ കൂടി ഇങ്ങനെ പറയരുത്. ഈ നന്ദന്റെ ആദ്യത്തെ അവസാനത്തെ പ്രണയം അവള്. എന്നിട്ട് ആ ചിന്ത അവൾക്കുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാണ് ഇവിടെ കിടന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുന്നത്? അവൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, എന്നോടുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കറിയാത്. ഇനി എന്താ എൻ്റെ മോനെ പ്ലാൻ? എനിക്ക് വേണമായിട്ട് അവളെ, ഈ നന്നത്തെ പെണ്ണായിട്ട് വിട്ടുകളയാൻ ഈ നന്ന തയ്യാറല്ല. എങ്കിലും നിന്റെ ഈ ഏട്ടൻ കൂടെ ഉണ്ടാവും. നീ ഇപ്പൊ വന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്, വാ. ഹലോ മോളെ, നമസ്കാരമുണ്ട്. തമ്പുരാട്ടി എഴുന്നല്ലോ. എവിടെ കിടക്കായിരുന്നു ഇത്ര ദിവസം? ഒന്നും പറയണ്ട. ഓ, പറയണ്ടെങ്കിൽ പറയണ്ട, എനിക്ക് കുറച്ച് പണിയുണ്ട്. നീ മാറിന്നേ. അങ്ങനെ പറഞ്ഞൂടാ, ഞാൻ പറയാം. ഓ, എന്ന് പറഞ്ഞു തുളക്കി. അതുണ്ടല്ലോ. ഏതുണ്ടല്ലോന്ന് എവിടെ പറയുന്നുണ്ടേ പറയും. കിടന്ന കഥകൾ കളിക്കാതെ. എനിക്ക് പോയിട്ട് കുറെ വർക്കുണ്ട് പെണ്ണേ. ഹിറ്റ്ലർ വരുമ്പോഴേക്കും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. 2 ദിവസം പനി ആയതുകൊണ്ട് ലീവാണെന്നോ അങ്ങേര് നോക്കത്തില്ല. എനിക്കൊന്നു തിന്നും. നീ ഇങ്ങനെ വെപ്രാളം നോക്കിയില്ലേ? ഞാൻ പറയാം. എന്നാ വേഗം പറ. എന്തോ കാര്യമായിട്ട് തന്നെ ഉണ്ടല്ലോ. അത് പിന്നെ ഞാൻ എന്നോട് ഒരു കാര്യം മറച്ചു വെച്ചു. മറച്ചു വെക്കേ? എന്താ കാര്യം? എന്റെ കല്യാണം ഉറപ്പിച്ചു. സത്യമാണോ? അതെ. കോളടിച്ചല്ലോ. അല്ല, നീ എന്തിനാ എന്നോട് മറച്ചു വെച്ച്? ഇതല്ല മറച്ചു വെച്ചത്. പിന്നെ കല്യാണ ചെക്കനെ നീ അറിയും. എനിക്കോ? അല്ല, ആരാണ്? അത് പിന്നെ നമ്മുടെ ജോയല്. ജോയലോ? അതെ, ഞങ്ങള് 2 വർഷമായിട്ട് ഇഷ്ടത്തില. അമ്പടി കളിപ്പൂച്ചേ, വെറുതെ നിനക്ക് അങ്ങനെ കാണുമ്പോ ഒരു ഇളക്കം. എനിക്കല്ലേ, എനിക്ക് അപ്പോഴേ തോന്നുന്ന ഒരു പന്തേട്. എന്നാലും ദുഷ്ടേ, നീ എന്നോട് ഒരു വാക്ക് പറയാ. എടി സോറി ഡേ, അത് ജോയിന്റെ നിർബന്ധമായിരുന്നു. ഓഫീസിൽ ആരും അറിയരുതെന്നുള്ളത്. എന്നാലും നിനക്ക് എന്നോടെങ്കിലും പറയായിരുന്നു. മുത്തപ്പേണെങ്കിലടി, ഇന്ന് നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്തു തരാം. എന്തും ചെയ്യോ? എന്നാ ഇന്നത്തെ ട്രീറ്റ് നിന്റെ വക. ഡബിൾ ഓക്കെ. എടി, ദേ വെറുതെ പോതരാ.
ഓ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഗുഡ് മോർണിംഗ് മാം. ആ ഗുഡ് മോർണിംഗ്. എന്താ അന്നാമേ കല്യാണമൊക്കെ ഉറപ്പിച്ചു കേട്ടു. എടി ഈ പൂജനത്തെ എങ്ങനെ അറിഞ്ഞു? ആവോ എനിക്കിങ്ങനെ അറിയാനാ. എന്താ രണ്ടുപേരും ഒരു രഹസ്യം പറിച്ചല്ലേ? എന്നെ കുറിച്ചാണോ? ഏയ് അല്ല മാം, അല്ല മാം ഇതെങ്ങനെ അറിഞ്ഞു? എന്റെ അന്നാമേ ഞാൻ അറിയാതെ ഇവിടെ ഒരു ഈച്ച പോലും പറക്കത്തില്ല. ഓ പിന്നെ ഈച്ചകളൊക്കെ ഇവിടെ വന്ന് പ്രസന്റ് പറഞ്ഞിട്ടാണല്ലോ പറക്കുന്നത്. എന്റെ അന്നാമേ നീ ഒന്ന് പതുക്കെ പറ. എന്താ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല മാം പറഞ്ഞത് ശരിയാ. മാം അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയായിരുന്നു. ഓ എനിവേ കൺഗ്രാറ്റുലേഷൻസ് അന്നാമേ. താങ്ക് യു മാം. ഓ എന്താ വിനയം. ചുമ്മാ ഇരിക്കട്ടെടി, ഒരു വഴിക്ക് പോവല്ലേ. എന്നാ നിങ്ങളുടെ വർക്ക് നടക്കട്ടെ, ഞാൻ ദേവനൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ മാം. പോറ്റി ആ പ്രൊജക്ടിന്റെ കാര്യം എന്തായി? സർ, നമ്മൾ വെച്ചിരിക്കുന്ന പ്രൊജക്ട് എസ്റ്റിമേഷൻ പ്രകാരം സാങ്ഷൻ ആയിട്ടുണ്ട് സർ. സാറിന് ആ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ചെല്ലുമെന്നൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓ ഓക്കെ പോറ്റി, താനൊരു കാര്യം ചെയ്യും, അവരെ വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ ഇന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്ന കാര്യം. ഓക്കെ സർ. ദേവ ആരോട് ചോദിച്ചിട്ടാ നീ ഇപ്പൊ എന്റെ ക്യാമ്പിനകത്ത് കയറിയത്? അത് ദേവ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പെർമിഷൻ ഇല്ലാതെ എന്റെ ക്യാബിനകത്ത് കയറരുതെന്ന്. ഇത് നമ്മുടെ കമ്പനിയല്ലേ? സോ വാട്ട്, കമ്പനി നമ്മുടെ ആയിരിക്കും, പക്ഷേ ഈ ക്യാബിൻ എന്റെയാ. ഇതിനകത്ത് കയറാൻ എന്റെ പെർമിഷൻ വേണം, കേട്ടല്ലോ? സോറി. ഇനി നീ ഇത് റിപ്പീറ്റ് ചെയ്താ കഴുത്തിന് പിടിച്ച് വെളി തള്ളി ഞാൻ പറഞ്ഞേക്കാം. ഓ പിന്നെ എന്താ സംശയമുണ്ടോ നിനക്ക്? ഇല്ല. സാർ എപ്പോഴാ പോകുന്നതെന്ന് പറഞ്ഞില്ല. ഉച്ച കഴിഞ്ഞിറങ്ങാം. സാർ ഉച്ച കഴിഞ്ഞ് എനിക്ക് നേരത്തെ പോകണമായിരുന്നു. ഓ താൻ ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഞാനത് വിട്ടു. സാറിനെ പറ്റി ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം, താൻ പൊക്കോളൂ. ഓക്കെ സർ, താങ്ക് യു. ഇനി നിനക്കെന്താ? ഞാൻ ചുമ്മാ ദേവനെ കാണാൻ വേണ്ടി വന്നതാ. ഇപ്പൊ കണ്ടല്ലോ, ഇനി പോവാ നിനക്ക്. ആ പോവാ. എന്നാ ചെല്ല്. പിന്നെ ഇടയ്ക്ക് ഈ ചാടിത്തുള്ളി കയറി വരാൻ ഇത് നിന്റെ സത്രമല്ലാന്ന് ഓർത്താ നല്ലത്. നമ്മുടെ കെട്ടൊന്ന് കഴിഞ്ഞോട്ടെ. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. എന്നാ പോവാൻ നോക്ക്, എനിക്ക് കുറച്ച് വർക്കുണ്ട്. എന്നാലും ദേവൻ ഏത് സൈറ്റിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞത്? ആ സൈറ്റിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നല്ലേ പറഞ്ഞേ? അങ്ങനെ നീ ഒറ്റയ്ക്ക് പോകണ്ട, കൂടെ ഞാൻ വരും. നിന്നോട് എടുക്കാനുള്ള ഒരു നിമിഷവും ഞാൻ പഴക്കില്ല. പക്ഷെ എങ്ങനെ പോവും? ആ വഴി ഉണ്ടാക്കാം. ഇനി ഈ വണ്ടി സ്റ്റാർട്ടാവുന്നത് എനിക്ക് കാണണം. അവനെന്തായാലും ഈ വണ്ടിയിൽ പോകാൻ ചാൻസ് ഉള്ളൂ. നമ്പരില്ലാത്തതുകൊണ്ട് വേറെ വണ്ടിയും ഇല്ല. അപ്പൊ പിന്നെ അവൻ എൻ്റെ ഹെൽപ്പ് കൂടിയേ തീരും. ഇന്ന് ഞാൻ പൊളിക്കും. എന്തായാലും സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോകല്ലേ, ആ കുറ്റടക്കിനെ ഇവിടെ വിളിച്ചേക്കാം. അങ്ങനെ അവൾ ഇവിടെ AC-യിലിരുന്ന് സൂക്ഷിക്കേണ്ട, കുറച്ച് വെയിലൊക്കെ കൊള്ളട്ടെ. ഇന്നലെ എൻ്റെ നൊമ്പ് അത്രയും കരയാൻ കാരണം അവളുടെ അനിയത്തി ഒറ്റെടുത്തിയ കാരണം. അതെങ്ങനെയാ അവളുടെ സ്വഭാവമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അനിയത്തിക്ക് കൊടുക്കാൻ പറ്റാത്ത പണി ചേച്ചിക്കിട്ട് കൊടുക്കാം. കുറ്റടക്ക ഇരിപ്പുണ്ടായിരുന്നോ ജ്യോതി? എന്റെ കണ്ണ, ഇനി ഈ കാലഘട്ടത്തിൽ എന്തിനാണോ വിളിക്കുന്നത്? എന്താ സർ? താൻ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എങ്ങോട്ടാ സർ? ഓ തമ്പുരാട്ടി എങ്ങോട്ടാന്ന് പറഞ്ഞാലേ വരുള്ളൂ, എന്തായാലും തന്നെ കൊല്ലാൻ കൊണ്ടതല്ല. അല്ല സർ, അത് പിന്നെ ഓ നമ്മുടെ പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം, അതിനാ. ഇപ്പോഴോ? ആ എന്തേ, ഓഫീസ് ടൈം കഴിഞ്ഞിട്ടില്ലല്ലോ, എന്താ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ് കുഴപ്പമില്ല സർ, ഞാൻ വരാം. എന്നാ പ്ലാനും ഡീറ്റെയിൽ ഡ്രോയിങ് ഒക്കെ എടുത്ത് താഴേക്ക് വാ, ഞാൻ താഴെ ഉണ്ടാവും. ഓക്കെ സർ. നേരത്തെ വീട്ടിൽ പോകാന്ന് വിചാരിച്ച സമ്മതിക്കൂല കാലമാടെ. ആ ദേവൻ വരുന്നുണ്ട്. നീ ഇതുവരെ പോയില്ലേ? ആ ഞാൻ ഇറങ്ങാം. അല്ല ദേവൻ എങ്ങോട്ടാ? ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? നീ മാറിക്ക്, എനിക്ക് വണ്ടി എടുക്കണം. ആ എടുത്തു. നീ വണ്ടി എടുക്കുന്നൊന്ന് എനിക്ക് കാണണം. വണ്ടി സ്റ്റാർട്ടായിട്ട് വേണ്ടേ? ഇതെങ്ങനെ സംഭവിച്ചു? ഈ വണ്ടി സ്റ്റാർട്ടായി. ദേവൻ ഒറ്റയ്ക്കെന്ന് പറഞ്ഞിട്ട് ഇവളുണ്ടോ കൂടെ? ജ്യോതി കേറ്. ഹലോ, എന്താ ബേക്കോട്ട്? നീ ഫ്രണ്ടിലെ സീറ്റിൽ വന്നിരിക്കേ, ഞാനെന്താ തന്റെ ഡ്രൈവറോ? എന്റെ കണ്ണ കൺട്രോള് തരണേ. എന്താ തമിഴോട്ട് കേട്ടില്ലേ? അതോ ഇനി താല്പര്യമായിട്ട് ക്ഷണിച്ചിരുത്തണാവോ? ഓ ഇങ്ങേരുടെ കൈ കൊണ്ട് വാങ്ങിക്കും. എന്നാ പോവാം. പോവാം. ഓ ഷിറ്റ്, ദേ അവർ പോന്നു. എല്ലാ പ്ലാനും കോളായല്ലോ. ഇങ്ങനെ പോയാൽ അവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്തായാലും പുറകെ പോയി നോക്കാം. ഏയ് ശ്വേത. ഓ ഇവനിപ്പോ എന്തിനാ വിളിക്കുന്നത്? നന്ദനോ? എന്തൊക്കെയാണ് നന്ദ വിശേഷം? സുഖല്ലേ? ഓ സുഖത്തിനും ഒരു കുറവില്ല മോളെ. അല്ല നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വീട്ടിലേക്ക് പോവാ.
ആ അതെന്തായാലും നന്നായി. നീ പോകുമ്പോൾ എന്നെ വീട് വരുന്നു ഡ്രോപ്പ് ചെയ്യും. ഞാനാണെങ്കിൽ ഇന്ന് വണ്ടി എടുത്തില്ല. ഏട്ടനാണെങ്കിൽ ഇത് പോവുകയും ചെയ്തു. അയ്യോ നന്ദ, അത് പിന്നെ ഓ ഇവനിപ്പോ ഇങ്ങനെ ഒഴിവാക്കാം. ഇനിയിപ്പോ അവരുടെ പിന്നാലെ പോയിട്ട് കാര്യമൊന്നും തോന്നില്ല. എന്താ ശ്വേത, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ഏതെങ്കിലും ടാക്സി പിടിച്ചു പോയിക്കോളാം. പ്രശ്നമൊന്നുമില്ല. ഇനി ഉണ്ടായിട്ട് എന്താ കാര്യം? നീ കേറ്. ഹലോ സർ. ആ പോറ്റി പറയൂ. സർ അത് പിന്നെ നമ്മൾ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇടവഴിയുണ്ട്. അതിലൂടെ പോവുകയാണെങ്കിൽ ആ സൈറ്റിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഓഹോ അതെയോ. ഞാനിത് പറയാൻ വേണ്ടി വിളിച്ചതാ സർ. അതെന്തായാലും നന്നായി. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് തന്നെ വിളിക്കാം. ഓക്കെ സർ. ഓ ഗോഡ്, ഇതെന്തേ പറ്റിയേ? എന്താ സർ, എന്താ പറ്റിയേ? അറിയില്ല, വണ്ടിയുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. എന്റെ കണ്ണാ. ഹലോ അറൂസേ, ഇത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം ലാച്ചി. ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ കുറച്ച് സങ്കടമുണ്ട് കേട്ടോ. സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് ഹിറ്റ്ലർ എന്താ ഇടാത്തേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഹിറ്റ്ലർ ഇത്ര ഇഷ്ടപ്പെടുന്നു ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് എക്സാമും അതുപോലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എപ്പിസോഡൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തത്. അപ്പം ഈ ഒരു എപ്പിസോഡും തട്ടിക്കൂട്ടി ചെയ്തൊരു എപ്പിസോഡാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ എപ്പിസോഡിൻ്റെ ലെങ്ത് കുറവാണ്. വേറൊന്നുമല്ല, ഫോണിൽ സ്റ്റോറേജ് ഇല്ല കേസ്, അതാണ് ഇഷ്യൂ. അപ്പം അതും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ പരിഹരിച്ച് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. പിന്നെ ഞാൻ എന്തായാലും ഇനി കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ലവ് യു, ബൈ.